ഹലോ, വെൽക്കം ബാക്ക്. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഒന്ന് കൂളാവാൻ വേണ്ടി പഴം വെച്ചിട്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ. പാലും പഴവും ഒക്കെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ബൂസ്റ്റും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിൻ്റെ കൂടെ വാനില എസൻസും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുപഴം എടുത്താലും മതി, ഈ ഒരു പഴം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പാലെടുത്തിട്ടുണ്ട്, ഞാനിപ്പോൾ സ്കിം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൂസ്റ്റിൻ്റെ 5 രൂപയുടെ പാക്കറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നല്ല തണുപ്പ് വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പഴം ചെറുതായി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 4 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനായിട്ട് ഉണ്ടാവും. ഇതിലേക്ക് ബൂസ്റ്റിൻ്റെ പാക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഫുൾ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, പാല് മാത്രം മതി. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. ഞാൻ പാല് തണുപ്പിക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് എടുത്തത്. ഐസ് ക്യൂബ്സും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പഴമായതുകൊണ്ട് തന്നെ അരിച്ചെടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നേരിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴമൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.